സജ്ജപതിച്ച പട്ടാമ്പിയുടെ മണ്ണിലൂടെ ഈ വാഹനത്തിന് കുറുകലായി കടന്നു വരുന്നത് പ്രധാനമന്ത്രി യുദ്ധം സൃഷ്ടിച്ച യുദ്ധം വേണ്ട യുദ്ധം വേണ്ട സാമ്രാജ്യത്വം തുളയട്ടെ സമാധാനം പുലരട്ടെ ഹിന്ദുമരിക്കൽ കൂടി ഭൂമിയെ ഹിന്ദുമരിക്കൽ കൂടി ഭൂമിയെ യുദ്ധക്കൊതിയന്മാരെ നയിക്കാം അമേരിക്കൻ സാമ്രാജ്യത്വം ബാക്കിൽ പ്രകടനം അവിടെ നിൽക്കണം. റോഡ് ഗതാഗതം തടസ്സപ്പെടാൻ വേണ്ടി പാടില്ല. സഖാക്കൾ ഒന്നിനും കയറിക്കണം. ആ ബാനർ പിടിച്ച റോഡ് നോക്കണം. അയ്യൂരിൽ കരിവള്ളൂര് ഉന്നപ്പറയിൽ വയലാറ് ഉത്തുപറമ്പിൻ തെരുവീതികളെ ഗ്യാസ് ഇന്ന് തീർന്നുകൊണ്ട് പുതിയൊരു ഗ്യാസ് ബുക്ക് ചെയ്താൽ അത് കിട്ടാത്ത സാഹചര്യത്തിലേക്ക് നമ്മൾ മാറുമ്പോഴാണ് ലോകത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ യുദ്ധം വരുമ്പോൾ ആ പ്രദേശത്തിലുള്ള മനുഷ്യരുടെ അവരുടെ വേദനകളും അവരുടെ ജീവിതവും മാത്രമല്ല അവരുടെ കുട്ടികൾ മാത്രമല്ല അനാഥമാകുന്നത്. നമ്മുടെ വീട്ടിലെ അടുക്കളയും പുകയില്ല എന്ന് നമ്മൾ യാഥാർത്ഥ്യം മനസ്സിലാക്കിയ നിമിഷത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ലോകരാജ്യങ്ങളുടെ മുമ്പിൽ ഇന്ത്യ രാജ്യം അപമാനിക്കപ്പെട്ട കാലം കൂടിയാണ്. കാരണം ഒരു കാലത്ത് ചേരിചേര നയം കൊണ്ട് ഇന്ത്യയുടെ നയം വ്യത്യസ്തമായിരിക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ട്രംപിന് പൂർണ്ണമായി അടിയറവ് പറഞ്ഞ ഒരു പ്രധാനമന്ത്രിയാണ്, നട്ടലില്ലാത്ത പ്രധാനമന്ത്രിയാണ് ഇന്ത്യ രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദി എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ സാഹചര്യത്തിൽ എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ പ്രവർത്തനങ്ങളിലേക്ക് തുടക്കം കുറിച്ചപ്പോ വലിയ രീതിയിലുള്ള റോഡ് ഷോ അടക്കമുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ നമ്മൾ തീരുമാനിച്ചെങ്കിലും ആ പ്രവർത്തനങ്ങൾ നമ്മൾ മാറ്റിവെച്ചു. നമുക്ക് ഷോ നടത്താനുള്ള സമയമല്ല. കാരണം നമ്മുടെ സഹോദരങ്ങളായിട്ട് ഗൾഫ് നാടുകളിൽ ജോലി ചെയ്യുന്ന മനുഷ്യരുടെ അവരുടെ മുമ്പിലൂടെ മിസൈലുകളും ഡ്രോണുകളും പോകുന്ന അവര് ഭീതിപ്പെട്ട് ഏത് നിമിഷത്തിലും കൊല്ലപ്പെടാനുള്ള സാഹചര്യമുണ്ട്. ഏത് നിമിഷത്തിലും നാട്ടിലേക്ക് തിരിച്ചു വരാൻ കഴിയുന്ന സാഹചര്യത്തിലേക്ക് നമ്മുടെ സഹോദരങ്ങൾ പ്രവാസികളായ സുഹൃത്തുക്കൾ എത്തിപ്പെട്ടിരിക്കുകയാണ്. ഇതിനുള്ള കാരണം എന്ന് പറയുന്നത് നമുക്കറിയാം. ലോകം നിയന്ത്രിക്കാൻ വേണ്ടി മുന്നിൽ നിന്ന ട്രംപ് എന്ന് പറയുന്ന അമേരിക്കയുടെ പ്രസിഡന്റ്, ഒരു ഭ്രാന്തനായ പ്രസിഡന്റ് കാണിക്കുന്ന പ്രവർത്തനങ്ങൾ, അതിന്റെ ഭാഗമായി ഇസ്രയേലിന് കൂട്ടുനിന്നുകൊണ്ട് ഇറാനിനെ ആക്രമിക്കുന്നു. ഇറാൻ തിരിച്ച് ഈ പറഞ്ഞ രാജ്യങ്ങളെയും ഗൾഫ് നാടുകളെയും ആക്രമിച്ചുകൊണ്ട് മനസ്സമാധാനമില്ലാത്തൊരു നാളുകളിലേക്ക് നമ്മളെ ലോകത്തെ കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ്. യുദ്ധത്തിന്റെ പരിണിത ഫലം ഇതിനൊക്കെ കൈയടിക്കുന്നവരുണ്ട്. ഇറാനിലാണെങ്കിലും ഇസ്രായേലിലാണെങ്കിലും അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനിലാണെങ്കിലും ഗാസയിലാണെങ്കിലും പാലസ്തീനിന്റെ മറ്റു ഭാഗങ്ങളിലാണെങ്കിലും ഉക്രൈനിലാണെങ്കിലും ഒക്കെ ജീവിതം നഷ്ടപ്പെടുന്ന അനാഥമാകുന്ന നിരവധി കുട്ടികളുണ്ട്. എല്ലാം നഷ്ടപ്പെട്ട അനാഥമായി പോയ എത്രയോ മനുഷ്യരുണ്ട്. ശരീരത്തിന്റെ അവയവങ്ങൾ അറ്റുപോയിക്കൊണ്ട് ജീവിക്കാൻ കഴിയാത്തവരുണ്ട്. എല്ലാ സംവിധാനങ്ങളും ഉണ്ടായിരുന്ന മനുഷ്യർ
ഒരു നിമിഷം കൊണ്ട് ഒന്നുമില്ലാതെയായ എത്രയോ മനുഷ്യര് ഇന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ യുദ്ധത്തിന്റെ കെടുതിയിൽ നിൽക്കുകയാണ്. ഭക്ഷണം കിട്ടാതെ പട്ടിണി കിടക്കുന്ന അനേകം മനുഷ്യരാണ്. ജീവിക്കാൻ മാർഗമില്ലാതെ, യാചിക്കാൻ പോലും അവസരമില്ലാതെ പട്ടിണി കടന്ന് മരിക്കുന്ന മനുഷ്യരുടെ എണ്ണം ലോകത്ത് കൂടുകയാണ്. ഇത്തരത്തിലുള്ള യുദ്ധം വരുമ്പോൾ ആ യുദ്ധത്തിനെതിരായിട്ടുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ സ്വീകരിക്കേണ്ടതുണ്ട്. ഇന്ത്യ രാജ്യം ട്രംപ് മൈ ഫ്രണ്ട് എന്ന് പറഞ്ഞ